പൊട്ടിക്കരയുകയാണ് ജാസ്മിൻ. ഗബ്രി അങ്ങനെ പുറത്തു പോയിരിക്കുകയാണ്. ബിഗ് ബോസ് അപ്പോൾ ഋഷിയോടും ജാസ്മിനോടും ഗബ്രിയോടും അതുപോലെ തന്നെ അൻസിബയോടും ഒക്കെ അവർക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് സംസാരിച്ചോളാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഏകദേശം നമ്മുടെ ഗബ്രിക്കും ജാസ്മിനും മനസ്സിലാവുകയുണ്ടായി ഇവരിൽ ഒരാൾ തന്നെയായിരിക്കും പുറത്തു പോകുന്നത് എന്നുള്ളത്. അവരവരുടെ സ്ഥിരം ഇരിക്കുന്ന വാഴത്തോട്ടത്തിൽ പോയി തന്നെയാണ് ഇരുന്നത്. അതിനുശേഷം അവർ സംസാരിച്ചു, നമ്മളിൽ ഒരാൾ തന്നെയായിരിക്കും പുറത്തു പോകുന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ആണ് പുറത്തു പോകുന്നതെങ്കിൽ നമ്മളെ രണ്ടുപേരും കൂടെ വന്നതിന് ശേഷം മാത്രമാണ് എന്ത് തീരുമാനം എടുക്കാമോളൂ എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും. ശേഷമാണ് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവരെ വിളിക്കുകയും അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് അവരെ കർട്ടൻ മാറ്റുമ്പോൾ ഗബ്രിയുടെ ഫോട്ടോ അവിടെ കാണിക്കുകയാണ്. ജാസ്മിൻ പിന്നെ പൊട്ടിക്കരച്ചിലായിരുന്നു. ജാസ്മിൻ ഇല്ല പോവില്ല, നീയാണ് ഏറ്റവും നന്നായിട്ട് കളിക്കണ, ബിഗ് ബോസിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗബ്രി പക്ഷെ കൂളായിട്ട് ഭയങ്കര ചില്ലായിട്ട് തന്നെയാണ് നിന്നത്. ഗബ്രിക്ക് ജാസ്മിൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാസ്മിൻ റൂമിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലാലേട്ടന്റെ അടുത്ത് വന്ന ഗബ്രിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് തെറ്റായ ഡിസിഷൻ ആയിരുന്നോ എന്നുള്ളത്. പ്രേക്ഷകരുടെ ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് താൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയതും. എടുത്തു ചാടിയെടുത്ത് തീരുമാനമായിരിക്കാം, പക്ഷെ ആരോടും പരാതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഗബ്രി പറയുകയുണ്ടായി. അതിനുശേഷം കൂളായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗബ്രി സംസാരിച്ചതും. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇന്ന് ഗബ്രി പുറത്തായിരിക്കുകയാണ്. ജാസ്മിൻ അപ്പൊ കിടന്ന് കരയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആകെ ഒറ്റപ്പെട്ടു, ഇനി എനിക്ക് ആരാ ഉള്ളേ അവിടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ അപ്പൊ ഭയങ്കര കരച്ചിൽ തന്നെയാണ്. ജാസ്മിന്റെ കളികൾ ഇനി എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.